പശ്ചിമേഷ്യൻ യുദ്ധം വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു ആശങ്ക നിറഞ്ഞ കണ്ടീഷനിലാണ് ഇപ്പോഴുള്ളത്. എന്ന് വെച്ചാൽ ഒരു സ്ഥായിയായ ശാശ്വത സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് നമ്മൾ പ്രത്യാശ പ്രകടിപ്പിച്ചതാണ്. പക്ഷേ വീണ്ടും കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയും അമേരിക്ക വീണ്ടും ഇറാനിലെ പലയിടങ്ങളിലും ആക്രമണങ്ങൾ നടത്തുകയും ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും ഇറാൻ ആക്രമണം പുനരാരംഭിക്കുകയും ഹോർമുസിലെ സ്ഥിതിഗതികൾ അതീവ വഷളായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഒരു വശത്ത് ഇപ്പോഴും ഖത്തറിനെ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളും പാകിസ്ഥാനും മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തുണ്ട്. എന്താകുമെന്നറിയില്ല. എന്തായാലും ആ വിഷയം കൂടി അവസാനമായി സംസാരിക്കുകയാണ്. സാർ, ഈ വീണ്ടും ഇപ്പോൾ ഈ ഉടമ്പടിയൊക്കെ തെറ്റിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറൊക്കെ ലംഘിച്ചുകൊണ്ട് ഇത് വീണ്ടും പുനരാരംഭിക്കാൻ എവിടെയാണ് അതിനൊരു കാരണമായത്? അല്ല, നമ്മളിപ്പോൾ ഈ കാണുന്ന 2 ദിവസത്തെ പിന്നെ ഒരു ടിറ്റ് ഫോർ ടാറ്റ് പോലുള്ള അറ്റാക്കുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഗതികളെ വലിയ ഒരു യുദ്ധമായി തന്നെ വീണ്ടും ഒരു ഓൾ ഔട്ട് വാർ എന്ന നിലയിലേക്ക് മാറുമെന്ന് കരുതുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ പിന്നെ പീസ് പ്രോസസ് ഈസ് നോട്ട് സ്റ്റാൾഡ്. അത് അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല, അത് അവിടെ നിൽപ്പുണ്ട്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ട ഒരു പ്രതീക്ഷയുടെ ഒരു വാചകം എന്ന് പറയുന്നത് അമേരിക്കയുടെ വക്താവ് പിന്നെ ഈ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള നിലയിൽ പിന്നെ ഇവരുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. പിന്നെ മധ്യസ്ഥരുമായിട്ട് സംസാരിച്ചു എന്നുള്ളത്. എനിവേ അത് അതിൻ്റെ വഴിക്ക് തിരിച്ചു വരും. ആ പാർട്ട് അവിടെ ബാക്കി കിടപ്പുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പക്ഷേ ഇതിൻ്റെ കുറ്റം മുഴുവൻ ഇറാനിലാണല്ലോ, ഇറാനെതിരെയാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. വീണ്ടും ഇത് തുടങ്ങിയതിന് കാരണം വെച്ചാൽ 3 കപ്പലുകൾ ആ വഴി വന്നപ്പോൾ പിന്നെ ഹോർമുസ് കടലിടുക്കിലൂടെ വന്ന സമയത്ത് അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിനകത്ത് ഇറാനെ കുറ്റപ്പെടുത്താനേ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി അഗ്രീഡ് അപ്പോൺ ആയിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ഈ ഹോർമുസ് കടലിടുക്ക് തന്നെ ഇപ്പോൾ ഒമാനും ഇറാനും തമ്മിൽ ഷെയർ ചെയ്യുന്ന ആ കടലിടുക്കിൽ തന്നെ ഒമാൻ്റെ ടെറിട്ടറിയിൽപ്പെട്ട ഭാഗത്തു കൂടി പോകരുത്, ഇറാൻ്റെ നോർത്ത് സൈഡിൽ ഇറാൻ്റെ ചാലിലൂടെ തന്നെ വേണം കപ്പലുകൾ പോകാനെന്നത് വളരെ കൃത്യമായി തന്നെ ഇറാൻ പറഞ്ഞതാണ്. അതപ്പോൾ ഈ MOUs ഒപ്പുവയ്ക്കുക എന്ന് പറയുമ്പോൾ അതും കൂടി ഉൾപ്പെട്ടതാണ്. അപ്പോൾ അതിലൂടെ പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ആക്രമിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അവർ കൊടുത്തതാണ്. ഈ വന്ന കപ്പലുകൾ അത് ലംഘിച്ചു. തീർച്ചയായിട്ടും അതിനോടൊരു റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അതാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ അത് സംഭവിക്കുകയും അതിന് തിരിച്ച് അമേരിക്ക ഈ പറയുന്ന ആദ്യത്തെ ദിവസം 80 കേന്ദ്രങ്ങളിലും ഇപ്പോൾ ഇന്നലെ വ്യാഴാഴ്ച രാത്രി 90 കേന്ദ്രങ്ങളിലും ഉണ്ടായത്. ഇപ്പോൾ പിന്നെ ഏപ്രിലിൽ ആ വെടിനിർത്തൽ നടപ്പിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസിയിലുള്ള അറ്റാക്ക് നടന്ന ഒരു ദിവസമാണ് ഇന്നലെ എന്ന് പറയുന്നു. അപ്പോൾ അവർ പിന്നെ എന്താ പറയുക, അതൊരു കാരണമാക്കി എന്നേ പറയാൻ കഴിയുള്ളൂ. ഇറാൻ്റെ ഇറാൻ്റെ പ്രതികരണത്തെ ആ കപ്പലുകളുടെ പിന്നെ പ്രവൃത്തിയോടുള്ള പ്രതികരണമായി കണ്ട് അതിൽ നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പീസ് പ്രോസസ്സിനെ അത് ബാധിക്കില്ലായിരുന്നു. അമേരിക്കയ്ക്ക് അത് സാധ്യമല്ല. അവർ അതിന് ഉടനെ തന്നെ അതിന് വളരെ പിന്നെ വിപുലമായ തോതിലുള്ള തിരിച്ച് ആ അറ്റാക്ക് ഉണ്ടാവുകയും അത് ഈ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ തന്നെയും നമ്മൾ കാണേണ്ടത് ഇതിനപ്പുറത്തേക്ക് പോകാൻ വഴിയില്ല. ഇതിനപ്പുറവും വലിയൊരു പിന്നെ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു യുദ്ധ സാഹചര്യത്തിൽ ഫെബ്രുവരി 28 ആരംഭിച്ച നിലയിലുള്ള ഒരു സംഗതിയിലേക്ക് പോകാനുള്ള ഒരു വഴി കാണുന്നില്ല. ഒന്നാമതായിട്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എണ്ണ തന്നെയാണ്. ഈ യുദ്ധം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഈ യുദ്ധത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് എണ്ണയാണ്. അത് നമുക്ക് ഇപ്പോൾ എത്ര കണ്ട് നിർണായകമാണ് ഹോർമുസിൻ്റെ ആ ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷൻ എന്നുള്ളതും അത് ലോകമെമ്പാടും സൃഷ്ടിക്കുന്ന ചലനങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അപ്പോൾ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഹോർമുസ് വളരെ നിർണായകമായ ഒരു സംഗതിയാണ്. അവിടെ അമേരിക്കയ്ക്ക് ഉള്ളത് ഒരു നേരിട്ടുള്ള ഇമ്പാക്റ്റ് അല്ല. നമ്മൾ കണ്ടതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നതോ അവിടെ പിന്നെ ഇത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതോ അവരെ നേരിട്ട് ബാധിക്കില്ല. കാരണം അതുവഴി വരുന്നത് അവരുടെ പിന്നെ ഇമ്പോർട്ടിൽ തന്നെ ഒരു 7% എണ്ണ മാത്രമാണ് ഈ കടലിടുക്കിലൂടെ അവർക്ക് വരുന്നത്. ബാക്കി 60% അവരുടെ സ്വന്തം പ്രൊഡക്ഷനാണ്. അത് 40%, ബാക്കി വരുന്ന 40% ഇമ്പോർട്ടിൽ തന്നെ 7% മാത്രമാണ് ഇത് വരുന്നത്. ബാക്കി എല്ലാവരും അവരെ സംബന്ധിച്ച് കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ്. പക്ഷേ ഈ 7%-ന് പ്രാധാന്യമുണ്ട്. കാരണം വെച്ചാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഇപ്പോൾ ഒരു വലിയ ഒരു സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വരവ് എന്ന് പറയുന്നത് അവരുടെ കാര്യമായി അവരെ ബാധിക്കുന്നതെന്ന് പറയുന്നത് ഈ സ്ട്രാറ്റജിക് പെട്രോൾ റിസർവ് എന്ന് പറയുന്ന അവരുടെ SPR എന്ന് പറയുന്ന ആ റിസർവിനെയാണ്.
ആ റിസർവ് അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എന്തിനുള്ളതാണ്? അത് ഒരു കാരണവശാലും ഇങ്ങനെ ദിവസവും എണ്ണ തീരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയല്ല. അത് അവരുടെ ഒരു വളരെ കാലത്തേക്കുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി അവിടെ വയ്ക്കുന്നതാണ്. അത് കാലാകാലങ്ങളായി പലതരത്തിലുള്ള ഈ എണ്ണ വിപണിയിലുണ്ടാകുന്ന പല തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിനെയും മാനേജ് ചെയ്യാൻ വേണ്ടി അവർ വെച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് 713.5 മില്യൺ ബാരലാണ് ശരിക്കും അവരുടെ അതിൻ്റെ കപ്പാസിറ്റി, ഈ റിസർവിൻ്റെ കപ്പാസിറ്റി. അത് ഏതാണ്ട് കുറഞ്ഞു. അത് 319.5 മില്യൺ ബാരലിലേക്ക് കുറഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ തടുപ്പ്. ഇത് വളരെ പ്രധാനമാണ്. ഇത് റീഗൻ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുറവിന് തുല്യമാണ് എന്നാണ് പറഞ്ഞത്. 83-ന് ശേഷം ഇങ്ങോട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇത്രയും വലിയ കുറവുണ്ടായിട്ടില്ല. അപ്പോൾ അത് വളരെ ക്രിട്ടിക്കലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എണ്ണ വിപണിയിൽ ഈ പറയുന്ന ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം അവരെ ബാധിക്കുന്നുണ്ട്. കാരണം അവരുടെ പ്രൊഡക്ഷനെയും കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് അവരുടെ പ്രൊഡ്യൂസിന് കിട്ടേണ്ട വില അവർക്കും പ്രധാനമാണല്ലോ. അത് അനുസരിച്ച് കൂട്ടേണ്ടി വരുന്നുണ്ട്. കൺസ്യൂമേഴ്സിനെ ബാധിക്കുന്നുണ്ട്, അമേരിക്കയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ എന്ന് പറയുന്ന ഒരു ഘടകം, ആ ഘടകം സൃഷ്ടിക്കുന്ന അതൊരു വലിയ നിയന്ത്രണ ഘടകമാണ്. ഈ യുദ്ധം പൂർണ്ണമായും വീണ്ടും പൊട്ടിപ്പുറപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമായി. അത് ഫെബ്രുവരി 28-ന് മനസ്സിലാക്കപ്പെട്ടിരുന്ന നിലയിലല്ല ഇന്ന് മനസ്സിലാക്കപ്പെടുന്നത്. നമ്മളത് കാണണം. ഈ യുദ്ധം ചർച്ചയ്ക്കിടയിൽ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ അമേരിക്ക അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത്, ഓൾ ഓൺ എ സഡൻ തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന മനസ്സിലാക്കലല്ല ഹോർമൂസിനെക്കുറിച്ചും എണ്ണയെക്കുറിച്ചും ഇന്നിപ്പോൾ ലോകത്തിനും അമേരിക്കയ്ക്കുമുള്ളത്. അതുകൊണ്ട് ആ ഘടകമാണ് ഏറ്റവും പ്രധാനമായി പങ്കുവഹിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അമേരിക്ക അത് മനസ്സിലാക്കാതിരിക്കില്ല. ഈ റിട്ടറിക്ക് ഒരു വശത്ത് അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ ആക്രമിക്കും, നിങ്ങൾ ഇതാണെന്നൊക്കെ പറയുന്ന സാധനം, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒരു സ്വഭാവം വെച്ച് അതിങ്ങനെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് മാത്രം എല്ലാം തകർന്നു എന്ന് നമുക്ക് വിചാരിക്കാനില്ല. ഞാൻ വിചാരിക്കുന്നത് തിരിച്ചു വരുന്നതാണ്. നിഷാദ്, ഈ കരാർ ലംഘനം ഇപ്പോൾ ഹോർമൂസിൽ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, ലെബനനിലും ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല ഇസ്രായേൽ. അപ്പോൾ ഇത് അവസാനിക്കരുത് എന്നൊരു ബുദ്ധിയാലെയുള്ള പ്രവർത്തനം വേറെ ഇസ്രായേൽ ഒരു സൈഡിൽ നടത്തുന്നുണ്ടോ? അതിപ്പോൾ ഇസ്രായേൽ എന്തായാലും ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹമില്ല. അവസാനിച്ച പോലെ ഇപ്പോൾ ഒന്നാമത്തെ കാര്യമുണ്ട്. ഇപ്പോൾ നോക്കൂ, അവിടെ വലിയ തോതിലുള്ള ഇദ്ദേഹത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വലിയ പരിപാടി നടക്കുകയാണ്. എന്നുവെച്ചാൽ ഇറാനെ ഞങ്ങൾ ആകെപ്പാടെ നശിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് 10-30 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെ വരികയൊക്കെ ചെയ്യുന്നത്. അവർക്കെല്ലാം വരാനും അവരെല്ലാം വലിയ തോതിൽ ട്രീറ്റ് ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു. അവർക്ക് സുരക്ഷിതമായി വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ തോതിൽ ആളുകൾ പങ്കെടുക്കുന്ന വലിയ സംസ്കാര ഘോഷയാത്ര നടക്കുന്നു, വിലാപയാത്ര നടക്കുന്നു. അപ്പോൾ ഇത് എല്ലാം സംഘടിപ്പിക്കാൻ കഴിയും വിധത്തിൽ ഇറാൻ ഇപ്പോഴും പവർഫുള്ളാണെന്നൊരു സന്ദേശവും വിഷ്വൽസുമാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഭയങ്കര ഡിസ്റ്റർബിങ് കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് ഇത് എന്താ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ കരാർ യുദ്ധം ചെയ്യുന്നു, ഇറാനെ വീക്കൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു, എന്നിട്ടൊരു കരാർ ഉണ്ടാക്കുന്നു, ആ കരാർ പ്രകാരം യുദ്ധം നടത്തുന്നു, എന്നിട്ട് തന്ത്രപരമായി ഹോർമൂസിൽ അപ്പുറ സൈഡിൽ കൂടെ കപ്പൽ ഓടിക്കാൻ നോക്കുന്നു. ഇറാനെ സംബന്ധിച്ച് അതിൻ്റെ അപകടം അവർ മനസ്സിലാക്കുന്നു. കാരണം ഹോർമൂസ് ഞങ്ങളുടെ സ്ഥലത്തൂടെ മാത്രമേ കപ്പൽ ഓടിക്കാൻ പാടുള്ളൂ. ഞങ്ങൾക്ക് നിയന്ത്രണമുള്ള ഷെയർഡായിട്ടുള്ള പാതയിൽ കൂടി മാത്രമേ കപ്പൽ ഓടിക്കാൻ പാടുള്ളൂ. ഞങ്ങളെ ലോകം എന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ ഞങ്ങളത് ക്ലോസ് ചെയ്യും. അത് ക്ലോസ് ചെയ്യലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മാർഗം, ഞങ്ങളുടെ അതിജീവന മാർഗം അതാണ്. അപ്പം ഞങ്ങൾ ക്ലോസ് ചെയ്താൽ ലോകം നിൽക്കും. ലോകം നിന്നാൽ ഈ യുദ്ധം നിർത്താൻ ലോകം ഇടപെടേണ്ടി വരും. അതാണ് അവരുടെ വജ്രായുധം, അവരുടെ അനുഭവം എന്നൊക്കെ വിളിക്കാൻ സാധനം. അപ്പോൾ ഈ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷന് പുറത്തുകൂടെ ഒരു പാത ഉണ്ടാക്കി ആ പാത നോർമലൈസ് ചെയ്താൽ ഈ സാധ്യത അടയും. അപ്പോഴാണ് നോക്കുമ്പോൾ ഒരു കപ്പൽ വന്നു, ഖത്തറിൻ്റെ കപ്പൽ ആക്രമിച്ചു. ഖത്തർ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത രാജ്യമാണ്. ഒരർത്ഥത്തിൽ ഖത്തറിൻ്റെ കപ്പലിനെ ആക്രമിക്കുന്നത് മര്യാദകേട് തന്നെയാണ്. പക്ഷേ അവർ ആക്രമിച്ചു. കാരണം ആക്രമിച്ചിട്ടില്ല എങ്കിൽ പാതയുടെ സ്വഭാവം മാറും. പിന്നെ അവിടെ ഇടപെടാൻ പറ്റാത്ത നില വരും. ഇടപെടാൻ പറ്റാത്ത നില വന്നാൽ യുദ്ധം ഉണ്ടായിക്കഴിയുമ്പോൾ കയ്യിലുള്ള ഈ വജ്രായുധത്തിൻ്റെ ശേഷി ഇല്ലാതാവും. അങ്ങനെ തന്ത്രപരമായി ഇറാനെ ആ പ്രശ്നത്തിൽ കെടുത്തിക്കളയാമെന്ന് അമേരിക്ക വിചാരിച്ചു. പക്ഷേ അതിൽ കോംപ്രമൈസ് ചെയ്യേണ്ട ഖത്തറിൻ്റെ കപ്പലായാലും എന്നവർ തീരുമാനിക്കുന്നു, അവരാക്രമിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഈ ടെൻഷൻ്റെ റീസൺ. അത് അമേരിക്ക ഉണ്ടാക്കിയ പ്രകോപനം ചെറുതല്ല. അമേരിക്ക ഒരു തന്ത്രത്തിൽ ഇറാൻ്റെ ഹോർമൂസ് സാധ്യതകളെ നമുക്ക് ഇല്ലാതാക്കിയിട്ട് റൂട്ട് റീഫിക്സ് ചെയ്യാമെന്നുള്ളതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അത് നടന്നില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് നിയന്ത്രണമുള്ള പാതയിലൂടെ ഓടിച്ചാൽ മതി, ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾ പാത അടയ്ക്കും, അങ്ങനെ ഒരു സാധ്യത ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിർത്തിയാൽ മതി എന്ന് തീരുമാനിച്ചു അവർ. എന്ന് മാത്രമല്ല, ഇറാനിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വേണ്ട, നമുക്കൊരു ധാരണയിൽ പോകുന്ന വിചാരിച്ചാൽ പോലും IRGC ആണ് അവിടെ ഇപ്പോഴത്തെ ഡോമിനൻസ് അവർക്കാണ്, അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കൂ, നമ്മളിപ്പോൾ കപ്പൽ ആക്രമിച്ചാൽ നമ്മുടെ 100-200 കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിക്കുമെന്ന് ഇറാൻ അറിയാമല്ലോ. എന്നിട്ട് കൂടി ഇറാൻ ആ സാഹസത്തിന് മുതിരുന്നത് ഞങ്ങളുടെ വജ്രായുധം കീപ്പ് ചെയ്യാൻ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന സന്ദേശം കൊടുക്കാനാണ്. ആ അസ്വസ്ഥതയിൽ നിന്നാണ് അമേരിക്ക ഈ പ്രത്യാക്രമണം നടത്തുന്നത്. ആക്രമിക്കുന്നു, നിർത്തുന്നു, തുടരാൻ അമേരിക്കയ്ക്ക് പറ്റില്ല.
കാരണം അത് നീണ്ടുപോയാൽ അമേരിക്കൻ താല്പര്യങ്ങൾ ആക്രമിക്കപ്പെടും. അമേരിക്കൻ താല്പര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അത് GCCക്ക് ഉണ്ടാക്കുന്ന പ്രശ്നം ചെറുതല്ല. ഇപ്പോൾ ഓയിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ നേരിട്ട് അമേരിക്കയെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അമേരിക്കയിൽ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. വലിയ തോതിലുള്ള പണപ്പെരുപ്പം ഉണ്ടാകുന്നു, വിലക്കയറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു, അമേരിക്കൻ ടാക്സ് മണി വലിയ തോതിൽ പോകുന്നു. ഈ പ്രശ്നമെല്ലാം അമേരിക്കകത്തുള്ള പ്രശ്നമാണ്. അവിടുത്തെ ജീവിതത്തെ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ലോങ് ടൈം വാറിലേക്ക് പോകാൻ കഴിയില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പണ്ടത്തെ ഫസ്റ്റ് വേൾഡ് വാർ ഒരു സെക്കൻഡ് വേൾഡ് വാർ പോലെയല്ല. യുദ്ധമുള്ളപ്പോൾ കൂടുതൽ അണുബോംബ് കയ്യിലുള്ള ഒരു രാജ്യം അങ്ങോട്ട് പോകുന്നു, ജയിക്കുന്നു, ആ പരിപാടിയൊക്കെ പോയി. ഇത് എല്ലാ തരത്തിലും ഇമ്പാക്റ്റ് ചെയ്യും. ഇന്ത്യയിൽ ഇപ്പോൾ 115 രൂപ പെട്രോൾ, 116 രൂപ പെട്രോളിൻ്റെ വില എല്ലാവരെയും ഇമ്പാക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു രാജ്യം, ശക്തി കുറഞ്ഞ ഒരു രാജ്യത്തെ ശക്തി കൂടിയ രാജ്യം വന്ന് ബോംബിട്ട് കൊല്ലുന്നു. അതാണ് യുദ്ധം. പണ്ടത്തെ അല്ലെങ്കിൽ സൈനിക യുദ്ധം പോലെ കൂടുതൽ പട്ടാളക്കാരുള്ള ആളുകൾ വാളും വടിവാളുകളുമായി ചെറിയ നാട്ടുരാജാക്കന്മാരെ കൊല്ലുന്നു. ആ പരിപാടിയില്ല. നിങ്ങൾ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാട്ടർവേ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രാജ്യം ഒരു ഓയിൽ പ്രൊഡക്ഷൻ രാജ്യമാണെങ്കിൽ അത് ലോകത്തെ മൊത്തം ബാധിക്കും. അത് അമേരിക്കയ്ക്കും അറിയാം. ഒരു യുദ്ധത്തിൽ ഇറാനെ തോൽപ്പിക്കുക എന്നുള്ളത് പോസിബിളായ കാര്യമല്ല. എന്ന് മാത്രമല്ല അമേരിക്ക ഏത് സമയത്ത് ഒരു വലിയ ഇൻവേഷന് തയ്യാറാവും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അവരും പ്ലാൻഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഈ യുദ്ധം നീണ്ടുപോകുന്ന ഞാൻ വിചാരിക്കുന്നില്ല. നീണ്ടുപോകുന്ന തോറും അതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് വലുതായിരിക്കും. പക്ഷേ ഒട്ടും ആശാവഹമല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്. കാരണം ആക്രമിക്കപ്പെടുന്നത് GCCയിലെ രാജ്യങ്ങളാണ്. അത് നമ്മുടെ സഹോദരങ്ങളുള്ള രാജ്യമാണ്, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള രാജ്യമാണ്, നമ്മുടെ പിന്നെ ആ മേഖലയിലുണ്ടാകുന്ന ഏത് യുദ്ധവും നമ്മുടെ എണ്ണവില അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന ഒന്നാണ്. സോ നമ്മളെ സംബന്ധിച്ച് സമാധാനിക്കാൻ കഴിയുന്നൊരു സന്ദർഭം വരുന്നില്ല എന്നത് നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. ഇറാനെ സംബന്ധിച്ച് അവർ അവസാനത്തെ പോരാട്ടത്തിൽ നിൽക്കുകയാണ്. കാരണം അവരുടെ ആ പോരാട്ടത്തിൽ അവർ ജയിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം തന്നെ വീഴും. സോ അതിൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള ഫൈനൽ പോരാട്ടത്തിലാണ്. അപ്പോൾ അത് അതിൻ്റെ മാക്സിമത്തിലായിരിക്കും അത് പ്രവർത്തിക്കുക. അതിനകത്ത് കോംപ്രമൈസ് മൂടൊന്നും അവർക്കുണ്ടാവത്തില്ല. അത് വേറൊരു കാര്യം. പക്ഷേ അത് ലോകത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ നിലയ്ക്കാണെന്നുള്ളതാണ് അതിൻ്റെ നിരാശ. അപ്പോൾ ഒരു വശത്ത് സമാധാന കരാറുണ്ടാക്കുന്നു, മറ്റൊരു വശത്ത് കൂടെ അത് ലംഘിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതാണ് അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാട് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓൺഗോയിങ് ക്രൈസിസ് അവസാനിപ്പിക്കാനും പുതിയൊരു കരാർ വേണ്ടി വരും. അത് പക്ഷേ കുറെ കൂടി ഉറപ്പുള്ള ഒന്നായിരിക്കണമെന്ന് ഡിമാൻഡ് ചെയ്യും ഇറാൻ എന്നുറപ്പാണ്.